യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഈ നെക്സ്റ്റ് എന്തെല്ലാം പ്രൊസീജിയറാണ് കാര്യങ്ങളാണെന്ന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആവില്ല, അവിടെ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡ്മിഷൻ ഓൺലൈനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണ് എടുക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജൂലൈ 21 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒറിജിനൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്തായാലും ഒറിജിനൽ സബ്മിറ്റ് ചെയ്യുക വേണം. അപ്പോൾ ഒറിജിനൽ കാണിച്ചു കൊടുക്കേണ്ട, അതായത് കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട, ഒറിജിനലിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ SLC +2 ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും നമ്മൾ എന്താ ചെയ്യുക, ഒറിജിനൽ അവർക്ക് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ കോപ്പീസ് എടുത്ത് വെക്കുക, എന്നിട്ട് കോപ്പീസ് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒരു 1-2 പ്രിൻ്റൊക്കെ എന്തായാലും എടുത്ത് വെക്കുക. കാരണം അതൊക്കെ നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 ഡോക്യുമെൻറ്റ്സ് എന്തായാലും എക്സ്ട്രാ എടുത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ OBC ആണെന്നുണ്ടെങ്കിൽ അതിന് 6 മന്ത് കൂടുതൽ പഴയത് അല്ലാത്ത ഡോക്യുമെൻ്റ് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ അതിൻ്റേതായ രീതിയിൽ അവർ ഇങ്ങനെ ഇത്ര മന്തിൻ്റെ ഉള്ളിലുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണം. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, OBC ആണെങ്കിൽ ഇവിടുത്തെ ഒരു ഇതിൽ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശിൽ വരുന്നത് 6 മന്തിന് കൂടുതൽ പഴക്കമുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ളിലുള്ളത് സബ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ OBC NCL, അതായത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് നിങ്ങൾ കശ്മീരി മൈഗ്രൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്യുക. PWD ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് EWSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതും സബ്മിറ്റ് ചെയ്യുക. പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ഇതും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒറിജിനലും കോപ്പിയും നിങ്ങൾ എടുത്ത് വെക്കണം. കാരണം ഒറിജിനൽ അവർക്ക് കാണിച്ചു കൊടുക്കുകയും പിന്നെ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി നിർബന്ധമാണ്. ഇനി അടുത്ത ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ഈ ഇതിൽ നിങ്ങൾ കോപ്പിയൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറിജിനൽ എന്തായാലും വേണ്ടി വരും. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം വരുന്ന മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ എന്തായാലും ആവശ്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ വന്ന സമയത്ത് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു PDF ആണ് കാണിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഒറിജിനൽ വേണമെന്ന് അവരെന്തായാലും പറഞ്ഞിരുന്നു. അപ്പോൾ ഒറിജിനൽ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് ഒന്ന് ബ്രേക്കാക്കി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർ നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റി ഇതിൽ സ്ട്രിക്റ്റ് ആവാം, ചില യൂണിവേഴ്സിറ്റി അത്ര സ്ട്രിക്റ്റ് ആയിക്കോണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചെല്ലാം നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണോ അപ്ലൈ ചെയ്ത് അവിടുത്തെ ആൾക്കാരോട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ വരുന്നത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലാണ്. ക്യാരക്ടർ സർട്ടിഫിക്കറ്റും ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ 3 ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് 1-2 ഇയർ ആണ് ഈ പ്രശ്നമില്ല, 3 ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഒറിജിനൽ. കാരണം ആ സമയത്ത് നമ്മൾ എന്താണോ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് എംപ്ലോയേഴ്സ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ ഈ PGൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയേഴ്സ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും സബ്മിറ്റ് ചെയ്യണം. വരുന്നത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ കൊണ്ടുവരണമെന്നില്ല. ഞാനൊക്കെ വന്നപ്പോൾ ഒരു 10 ഫോട്ടോ ഒക്കെ കൊണ്ടിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോ ആവശ്യത്തിന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ അഡ്മിഷൻ സമയത്ത് 2 എണ്ണമാണ് അവർ ചോദിക്കുക. അപ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധം. പിന്നെ ഫീസ് റെസിപ്റ്റ് ആണ്. അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അത് എന്തായാലും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. PDF ഒക്കെ ഉണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ PDF നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം PDF
എഫും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം ഇനി എന്തെങ്കിലും മിസ്സാവുക എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ നിങ്ങൾക്ക് PDF എങ്കിലും കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതും കൂടി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ എല്ലാതും ഒരു എക്സ്ട്രാ പ്രിൻ്റൊക്കെ എടുത്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നല്ല സേഫാക്കി സെറ്റാക്കി എത്തിക്കുക. അങ്ങനെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അവരെ ഓരോ ക്രൈറ്റീരിയ വരുന്നത്, കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ കോഴ്സ് ഉള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിനനുസരിച്ച് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ.